എറണാകുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TJ വിനോദ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. രാവിലെയുടെ പരമാവധി വീടുകൾ കയറി ഇറങ്ങിയാണ് വോട്ടുറപ്പിക്കുന്നത്. പിന്നീടുള്ള പ്രചാരണ വാഹനത്തിലാണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന പ്രതീക്ഷയാണ് UDFന് മൊത്തത്തിലുള്ളത്. അംഗീകാരം കൈയെന്ന മണ്ഡലത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കരങ്ങൾക്ക് ശക്തി കൊടുക്കുവാണ് ഇതാ പുഞ്ചിരിക്കുന്ന മുഖമായി. കേരളം ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഏകദേശം 12 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അവസാനവട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. ഇപ്പോൾ നമ്മോടൊപ്പം എറണാകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TJ വിനോദ് ചേരുകയാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അവസാന നിമിഷമാണ്. ഈ പറഞ്ഞ പോലെ വെയിലുണ്ട്, കനത്ത പോരാട്ടമാണ്. എങ്ങനെയുണ്ട്? അല്ല, അതിരാവിലെ 7:30 മണിക്ക് തന്നെ നമ്മുടെ പര്യടനം ആരംഭിച്ചു. ഹൗസ് ടു ഹൗസ് ക്യാമ്പയിനിങ് ആണ്. ഉച്ചയ്ക്ക് ശേഷമാണ് വാഹന പ്രചരണ ജാഥ. പിന്നെ 4-ാം ദിവസമാണ്. അപ്പോൾ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു വ്യത്യസ്തമായ ഒരു അനൗൺസ്മെന്റ് ശൈലി മുമ്പേ പോകുന്നുണ്ടല്ലോ, എന്താണത്? അത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ട്. രാവിലെ വരുമ്പോൾ എല്ലാവരും അറിയാം, അല്ലെങ്കിൽ വീടുകളിൽ പോയി ബെല്ലടിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്യുന്ന സമയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ആളുകളെ കാണാനുള്ളൊരു ഇതാണ്. പെട്ടെന്ന് തീർക്കാം. തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയാണ്, ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. മുൻപ് ഒരുമിച്ച് മത്സരിച്ച ആളുകളാണ് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? നമ്മുടെ എതിരാളികളെ ശക്തരായി കണ്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. 2010 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ആ മത്സരത്തിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിൽ ഞാൻ ജയിക്കും. ജനങ്ങളോട് എന്താ പറയാനുള്ളത്? അല്ല, കഴിഞ്ഞ 5 വർഷക്കാലം ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് നമുക്കറിയാം, ഒരു ചെറിയ മഴ പെയ്താൽ യാർഡിനേക്കാൾ താഴ്ന്ന ആ സ്റ്റാൻഡിലേക്ക് വെള്ളം കയറി ജനങ്ങൾക്ക് വലിയ അലോസരം ഉണ്ടാക്കുന്നവർ 30,000 യാത്രക്കാരാണ് പ്രതിദിനം വന്നു പോകുന്നത്. അത് മനോഹരമായി പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് റിനോവേറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് 13 കോടി അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞു. വടുതല പാലം ROB എത്രയോ വർഷമായി നമ്മുടെ നഗരത്തിൽ ആവശ്യപ്പെടുന്നൊരു പ്രധാന വിഷയമാണ്. അത് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. വടുതല പേരണ്ടൂർ പാലം നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. അറ്റ്ലാന്റിസ് ROB അതിനാവശ്യമായ മുഴുവൻ ഭൂമിയും ഏറ്റെടുത്ത് കഴിഞ്ഞു. മഹാരാജാസ് കോളേജിലെ ഓക്കി ടർഫ് അത് എത്രയോ വർഷമായി ആവശ്യപ്പെടുന്നത്, അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. സിന്തറ്റിക് ട്രാക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. നമ്മുടെ എറണാകുളം ജനലാശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി യൂണിറ്റ് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനുള്ള പൊതു ഇടങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. അങ്ങനെ നിരവധി സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുഞ്ഞുങ്ങളായ UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഗുഡ് മോർണിംഗ് എറണാകുളം എന്ന പ്രഭാത ഭക്ഷണ പരിപാടി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. എണ്ണയാത്ത വികസനങ്ങളുണ്ടെങ്കിൽ എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നടപ്പാക്കിയ വികസനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇനി 5 വർഷം എന്ത് എന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അതിനെന്താണ് ജനങ്ങൾ? നമ്മുടെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വെള്ളക്കെട്ടാണ്. നഗരത്തിലെ 6 കനാലുകളുടെ വൈഡനിങ് ആൻഡ് ഡീപ്പനിങ്ങിന് വേണ്ടി കനാൽ റിജനറേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു 3000 കോടി രൂപയുടെ വികസന പദ്ധതിയുണ്ട്. അതിൽ 4 കനാലുകൾ എൻ്റെ നിയോജകമണ്ഡലത്തിലാണ്. ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രഥമ പരിഗണന. 24x7 എന്ന രീതിയിൽ നഗരവാസികൾക്ക് വെള്ളം കിട്ടുന്നതിന് ആലുവയിൽ 190 MLD പുതിയ പ്ലാന്റ് സ്ഥാപിച്ച് വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. പ്രധാനപ്പെട്ട റോഡുകളുടെ വികസനവും ഈ അടുത്ത 5 വർഷം എന്നെ തെരഞ്ഞെടുത്താൽ നടത്തണമെന്നുള്ളതാണ് എൻ്റെ വിഷൻ. എന്തായാലും വികസന നേട്ടങ്ങൾക്കപ്പുറം വികസന കാഴ്ചപ്പാടുകളും കൂടി മുൻനിർത്തിക്കൊണ്ടാണ് TJ വിനോദ് മണ്ഡലത്തിലെ ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്നത്. എന്തായാലും തുടരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ആന്റണി ഗ്രേർക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.